ഡെല്ലിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു അവാർഡ് അല്ലേ, പ്രേം നസീർ സാറിന്റെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു അവാർഡ് ഡെല്ലിക്ക് കിട്ടി. അതിന്റെ വിശേഷങ്ങളൊക്കെ പറയും. അത് ഏത് കീർത്തി എന്നുള്ള ക്യാരക്ടറിനായിരുന്നോ എന്താണ്? അതെ, കീർത്തി എന്നുള്ള ക്യാരക്ടറിനായിരുന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അവാർഡായിരുന്നു. ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ പോയി മേടിക്കുക, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. എനിക്ക് അവാർഡ് ഉണ്ടായിരുന്നു, പ്രേം നസീർ അവാർഡ് ഉണ്ടായിരുന്നു. ആ സിദ്ധാർത്ഥനുണ്ടായിരുന്നു അങ്ങനെ സെയിം ക്യാരക്ടറിന് വേണ്ടിയിട്ട്. സെയിം ക്യാരക്ടർ. പിന്നെ അതിനുശേഷം അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, മോളിവുഡ് ഫ്ലിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ശ്രേഷ്ഠ അവാർഡ് കിട്ടിയിട്ടുണ്ട്, കലാമിത്ര പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സോറി, ഞാനത് പെട്ടെന്ന് ഡെല്ലയുടെ കാര്യം മാത്രമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. പുതിയ പ്രോജക്ട്സിനെ കുറിച്ചിട്ട് എന്താണ് ഡെല്ല പറയാനുള്ളത്? പുതിയ പ്രോജക്റ്റ് ഞാനിപ്പോ ഒരു ഷോ ചെയ്തിട്ടിരിക്കുകയാണ്, അതാണ് പുതിയ വിഷയം. ആ ഷോയിൽ കൂടുതലും ഡാൻസും പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ബേസിക്കലി ഡെല്ല ഡാൻസർ ആണോ? ഞാൻ ഡാൻസറാണെന്ന് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് പറ്റി രമണ? ഡാൻസ് പഠിക്കാൻ പോയിട്ട് പോകും, 2-3 ഇതുപോലെ പോകും, തിരിച്ചു പോകും. പക്ഷെ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ഡപ്പാങ്കുത്തിനോടാണ് കൂടുതൽ ഇഷ്ടം. ഡപ്പാങ്കുത്തിനോട് കൂടുതൽ ഇഷ്ടം. പെട്ടെന്ന് ഞാനങ്ങനെ ഈ എല്ലാത്തിനും 1 മാസത്തെ കോഴ്സ് എടുക്കണം ഡെല്ലിക്ക്. എന്ത് പറഞ്ഞാലും ഇത് പെട്ടെന്ന് പറഞ്ഞ ഇതങ്ങനെയല്ല. നമ്മൾ അപ്പൊ പറയണം, അപ്പൊ ചെയ്യണം. ഇതിന് PhD എടുക്കാൻ സമയമില്ല നമുക്ക്. നമ്മുടെ 1/2 മണിക്കൂർ ഷോ ഉള്ളൂ. ആ ഷോയിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അപ്പൊ ചെയ്യാം. ശരി, അപ്പൊ കുറച്ച് സമയം തരാം. ഒരു ഗെയിം കളിച്ചിട്ട് ആ സമയത്തിനുള്ളിൽ ആലോചിക്കുക. ഗെയിം കളിക്കാൻ തയ്യാറാണോ? അതിന് PhD എടുക്കാൻ പറയുമ്പോ നമ്മൾ എപ്പോഴും PhD എടുക്കുമല്ലോ. അതെ, പക്ഷെ ഇത് വേണ്ട. അങ്ങനത്തെ PhD വേണ്ടാത്തൊരു കുഞ്ഞു ഗെയിം ഒക്കെ എടുത്ത് വരുമ്പോഴല്ലേ ഒരു ഗുമ്മ കിട്ടുന്നു, ചാടി കയറി നമ്മൾ. ഞങ്ങൾക്ക് അത്രയും ഗുമ്മ മതി. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു അടിപൊളി ഗെയിം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗെയിം എന്താണെന്ന് നമുക്ക് കാണാം. ഗെയിമിന്റെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഗെയിം കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലെ? ചിരിച്ച മുഖത്തോടു കൂടി ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ആദ്യം വാട്ടർമെലൻ ജ്യൂസ് കുടിക്കണോ അതോ ആദ്യം ഗെയിമിലേക്ക് പോകണോ? ഗെയിമിലേക്ക് പോവാം. ഗെയിമിലേക്ക് പോവാം. പഠിച്ചു, എന്റെ തന്ത്രങ്ങളൊക്കെ പഠിച്ചു. മനസ്സിലായി എന്തോ ബാക്കിൽ ഉണ്ട്. അതെ, ഇതെന്തായാലും ജ്യൂസ് കുടിക്കാനുള്ള ജ്യൂസ് അല്ല. ഈ കുപ്പി നിങ്ങൾ കാണുന്നില്ലേ? ഈ കുപ്പി ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു. നിങ്ങളുടെ കണ്ണ് ഞാൻ കെട്ടും, മനസ്സിലായോ? നിങ്ങൾക്ക് കണ്ണ് കാണില്ല, ഇങ്ങനെ പിടിക്കാൻ പറ്റും അല്ലേ? പിടിക്കാൻ പാടില്ല, കൈ കൊണ്ട് പിടിക്കാൻ പാടില്ല. നിങ്ങളുടെ കണ്ണ് ഞാൻ കെട്ടും. എന്നിട്ട് നിങ്ങൾ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു കൈ കൊണ്ട് കണ്ണ് കാണില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുക, എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു കൈ കൊണ്ട് ടച്ച് ചെയ്യാലോ. ഇങ്ങനെയാ? അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ കണ്ണ് കാണില്ല എന്നുള്ള കൂടി ഓർക്കണം കേട്ടോ. അപ്പൊ ഈ 1 മിനിറ്റ് ടൈമിൽ ആരാണ് ഏറ്റവും കൂടുതൽ വെള്ളം കുപ്പിൽ നിറയ്ക്കുന്നതാണ് ഞങ്ങൾ നോക്കുക. ആദ്യം ഡെല്ല കളിക്കും. ഇതാ ഈ ഒരു സാധനം അങ്ങ് കണ്ണിലേക്ക് വെച്ചോളാം. എന്ത് വേണം എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പൊ ഡെല്ലയ്ക്ക് വേണ്ടിട്ട് നമ്മളത് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വെച്ചോളൂ. Ready? 1, 2, 3 and music. ജ്യൂസ് 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 ഉമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. ഇതിപ്പോ നിറയൂപ്പോ ഒരു ഗ്ലാസ് കൊണ്ട് നിറയ്ക്കൂ കുട്ടി. നിറയ്ക്കും തോന്നുന്നുണ്ട്. എന്ത് പ്രഹസനമാണ് സജി. ഇതാ അടുത്തത്. അടുത്ത ഗ്ലാസ് എവിടെയുണ്ട്? ഇതെന്തൊരു പെരുവേരം കുറ്റിയാ, ഇട്ടിട്ട് നിറയില്ലെന്ന് പറഞ്ഞ കുപ്പി നിറഞ്ഞ് തുളുമ്പുവാണ്. സിദ്ധു തോറ്റേട്ടോ. യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതന്നെ അങ്ങനെ ചെയ്യണത്. കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഡെല്ല എന്ന് പറയുന്ന കലാകാരിയുടെ ബുദ്ധി. ടൈം കഴിയാറായിട്ടുണ്ട് ഡെല്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് ബുദ്ധി ഉപയോഗിക്കൂ. ആദ്യം ചെയ്ത അതേ ബുദ്ധി ഉപയോഗിക്കൂ. വെരി ഗുഡ്. ടൈം ഔട്ട്. ടൈം ഔട്ട്. അയ്യോ, അത്ര ചാടിയോ? എനിക്ക് വയ്യ. ഇവിടെ എന്താ കാണിച്ചു കൂട്ടിയെന്നറിയോ? പിന്നെ പുറത്തേക്കായിരുന്നു മൊത്തം, പുറത്തേക്കായിരുന്നു. ഇല്ല, എന്നാലും ഇത്രയും കിട്ടി. അതെ, അതായത് ഡെല്ല ഏകദേശം ഇത്രയും, അതായത് ഒരു കുപ്പിയുടെ ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ കുപ്പി ഫുൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു. അത് അടിപൊളിയായിരുന്നു. രണ്ടാമത് ഞാൻ ചെയ്താൽ മതിയായിരുന്നു. 100% ഞാൻ യോജിക്കുന്നു. ഇനി നമ്മുടെ സിദ്ധാർത്ഥ് എങ്ങനെയാണ് ഈ ബോട്ടിൽ നിറയ്ക്കാൻ പോകുന്നത് അറിയാനുള്ള സമയമാണ്. സിദ്ധാർത്ഥിന് ഞാൻ റെഡ് അല്ല, വേറെ കളർ തരും. വേറെ കളറാണ്. കണ്ടില്ലേ? മഞ്ഞ 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 ബൾബുകൾ
മിന്നി 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 കത്തുമ്പോൾ എന്നും എന്നും എന്റെ സിദ്ധുവേട്ടാ ഒന്ന് നിറയ്ക്കണേ ഒന്ന് നിറയ്ക്കണേ തോറ്റു കൊടുക്കരുതേ. ഉണ്ണി ഇത്ര നന്നായിട്ട് പാടുന്ന അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ധൈര്യമായിട്ട് ഇതങ്ങ് കണ്ണിലേക്ക് വെക്കുക. ഒന്നുമില്ല അല്ലേ? ഇത് ഏതാണ്ട് മറ്റേ മീശമാധവനിലെ ദിലീപ് വയ്ക്കുന്ന പോലത്തെ ശരിയാ. മീശ പിടിച്ചാൽ അരഞ്ഞാണ് മോഷ്ടിക്കാൻ പോകുമ്പോ മാറിന്നോ. വാശി പിടിച്ചാൽ അപ്പൊ ഇവിടെ ഈ സെന്ററിലേക്ക് നിക്കാം. വന്നോ? ഓക്കെ, എനിക്ക് കൈ ഇത് അത് ഞാൻ എടുത്തുതരും. ഇതാണ് താങ്കളുടെ കുപ്പി. ഇതാണ് കേട്ടോ. ഇവിടെ ഞാൻ ഈ ഗ്ലാസ് തരാൻ പോവാണ്. റെഡി അല്ലേ? റെഡി. ഓക്കെ, റെഡി. 1 2 3 ആൻഡ് മ്യൂസിക്. എന്റെ കൈയല്ല, ഗ്ലാസ് പിടിക്കും. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. പറ്റത്തില്ല, എന്റെ ചെയ്ത് ഫോർമാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തോ എങ്ങനെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കണം. ഭയങ്കരം തന്നെ. ഇത് ചെറുത്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടേക്ക് പോയപ്പോ പഠിച്ചോനെ കാത്തോണേ. എവിടെ ഒഴിച്ചോ. എവിടെ 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 ആ, ഒഴിച്ചോ. ടച്ച് ചെയ്യാൻ പറ്റില്ല. ടച്ച് ചെയ്യരുത്. കുപ്പി ടച്ച് ചെയ്തിരുന്നോ? ഞാൻ ടച്ച് ചെയ്ത് ഇനി അത് കോപ്പി അടിക്കാൻ പറ്റും. ടച്ച് ചെയ്യാൻ പറ്റില്ല. ഒഴിച്ചോ, നിങ്ങൾ അല്ല, ഒഴിച്ചോ. ഈ കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. ആ, ഇവിടെയാണ് ആദ്യം അത് നോക്കാൻ നോക്കാം. ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോളൂ. ആ, കിട്ടി, കുപ്പി കിട്ടി. കിട്ടി. ഇനി ഇനി എടുക്കാൻ പറ്റില്ല. ആ, അതെ, ഒഴിച്ചോ. കറക്റ്റ്. വെരി ഗുഡ്. യു ആർ അമേസിംഗ്. എവിടെ സമയം കഴിയാറായി. പോരട്ടെ. അപ്പൊ ശരിയാ. ഒഴിച്ചോ. റെഡി. നിറഞ്ഞില്ലേ? ഫുള്ള് നിറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലേ നിർത്തുന്നു. ജയിച്ചു. നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെല്ലയുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും നമ്മുടെ സിദ്ധാർത്ഥ് ഈ ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ്.